നമ്മൾ ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരു വാഹനത്തെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. മഹീന്ദ്ര XUV 300. XUV 500 എന്ന ചേട്ടൻ്റെ അനിയൻ എന്ന് വിളിക്കാവുന്ന വാഹനമാണിത്. മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ വാഹനങ്ങളെല്ലാം കൊറിയയിലെ സാങ്യോങ് എന്ന കമ്പനിയുടെ സാങ്കേതിക വിദ്യയിൽ ജനിച്ചതാണ്. ഈ വാഹനം അങ്ങനെ തന്നെയാണ്. ടിവോലി എന്ന സാങ്യോങ്ങിൻ്റെ SUV ആണ് ഈ വാഹനത്തിൻ്റെ അടിസ്ഥാന വാഹനം. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ മഹീന്ദ്രയുടെ ഒരു ഛായ വരാൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് ഗ്രില്ലായാലും അതുപോലെ മുൻഭാഗത്തിൻ്റെ മറ്റ് ചില ഡിസൈൻ ക്യൂസൊക്കെ ആയാലും എല്ലാം മഹീന്ദ്രയ്ക്ക് ചേരുന്ന രീതിയിലാണ്. ഒരു ഗംഭീരമായ ഡേ ടൈം റണ്ണിങ് ലാമ്പ്, അത് ഓടി വരുന്ന കാണാൻ നല്ല ഭംഗിയാണ്. അതാണ് ഈ നെടുനീളത്തിൽ കാണുന്നത്. അതിങ്ങനെ വശങ്ങളിലേക്ക് സൈഡിലേക്കും കയറി നിൽക്കുന്നുണ്ട്. 17 ഇഞ്ച് ടയേഴ്സാണ്. വശങ്ങളിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ചില വാഹനങ്ങളുടെ ഛായയൊക്കെ വരുമെങ്കിൽ പോലും കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ റൂഫിൽ മറ്റൊരു കളറാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലോട്ടിംഗ് റൂഫിൻ്റെ ഭംഗി വന്നിട്ടുണ്ട്. കോർണർ ഗ്ലാസ് ഇല്ല, അതിന് പകരം ഒരു ബ്ലാക്ക് ആൻഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. LED ടെയിൽ ലാമ്പാണ് പിൻഭാഗത്ത് കാണുന്നത്. നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിൻ്റെ മോഡലാണ്. അതിൻ്റെ W8 എന്ന് പറയുന്ന ബാഡ്ജിങ് ആണ് ഈ കാണുന്നത്. ഇഷ്ടംപോലെ ബൂട്ട് സ്പേസ് ഉള്ള വാഹനമാണിത്. ധാരാളം സാധനങ്ങൾ കയറ്റാവുന്ന വലിയ ബൂട്ടാണ്. പിന്നെ ഒരു SUVക്ക് ചേരുന്ന രീതിയിൽ സ്കഫ് പ്ലേറ്റ് പോലുള്ള ഭാഗങ്ങളും മറ്റും താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒറ്റ നോട്ടത്തിൽ കൊള്ളാം എന്ന് തോന്നുന്ന ഒരു വാഹനമാണിത്. ഏത് തരത്തിൽ നോക്കിയാലും, ഏത് ഡയമെൻഷനിൽ, ഏത് ആംഗിളിൽ നോക്കിയാലും ഗംഭീരമായിട്ടുണ്ട് ഡിസൈൻ കാര്യങ്ങളെല്ലാം. ഇനി ഉൾഭാഗത്തേക്ക് ഒന്ന് അറിയുകയാണെങ്കിൽ, എക്സ്റ്റീരിയറിലെ പല കാര്യങ്ങളും മഹീന്ദ്രയുടെ ഡിസൈനിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിലും ഉൾഭാഗം ഏതാണ്ട് ടിവോലി തന്നെയാണ്. വളരെ മനോഹരമായ ഇൻറ്റീരിയറാണ്. ബ്ലാക്കിൻ്റെയും അതുപോലെ തന്നെ ലൈറ്റ് ബീജിൻ്റെയും ഒക്കെ ഒരു സങ്കരമാണ് ഉൾഭാഗം. ഈ വാഹനത്തിൻ്റെ പ്രത്യേകത ഇതിൻ്റെ അത് ഈ സെഗ്മെൻറ്റിലെ പല പുതുമകളും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കുറേ കാര്യങ്ങളുണ്ട് പറയാൻ. അതെല്ലാം നമ്മുടെ പ്രോഗ്രാമിൽ വിശദമായിട്ട് കാണാം. എങ്കിൽ പോലും എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു 7 ഇഞ്ച് ടച്ച് സ്ക്രീനിൽ എല്ലാ കാര്യങ്ങളും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ബ്ലൂ സെൻസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്. അതുപോലെ നിക്കോ സെൻസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്. പിന്നെ മറ്റൊരു വാഹനത്തിൽ കാണാത്ത രീതിയിൽ ഡ്രൈവിംഗ് മോഡുകൾ പോലെ തന്നെ സ്റ്റിയറിംഗ് മോഡുകളുണ്ട്. അതിൽ സ്പോർട്ട്, കംഫോർട്ട്, നോർമൽ തുടങ്ങിയ മോഡുകൾ, അതനുസരിച്ച് സ്റ്റിയറിംഗ് സ്റ്റിഫാകുകയും മറ്റും ചെയ്യുന്ന സംവിധാനമാണിത്. എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനും അതുപോലെ 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനുമാണുള്ളത്. 115 BSP ആണ് ഡീസൽ എഞ്ചിൻ, 110 BSP പെട്രോൾ എഞ്ചിനും. ഒരു ദുഃഖകരമായ കാര്യം, ഈ വാഹനത്തിലും നമ്മൾ അടുത്ത കാലത്ത് ടാറ്റ ഹാരിയറിലും അതുപോലെ തന്നെ നിസാൻ കിക്സിലും ഒക്കെ കണ്ട പോലെ തന്നെ ഓട്ടോമാറ്റിക് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് തോന്നിയത്. 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു വമ്പൻ സംഭവം തന്നെയാണിത്. കാരണം 7 എയർ ബാഗുകളുണ്ട്. അതുപോലെ ABS EBD പോലുള്ള കാര്യങ്ങൾ, 4 വീലിലും ഡിസ്ക് ബ്രേക്കുകളും പോലുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ സെഗ്മെൻറ്റ് ഫസ്റ്റ് എന്ന് വിളിക്കാവുന്ന നമ്മൾ ഈ കാണുന്ന പോലുള്ള സൺറൂഫ് പോലുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ വാഹനം മത്സരിക്കാൻ പോകുന്നത് മാരുതിയുടെ വിറ്റാര ബ്രസയുമായിട്ടും അതുപോലെ തന്നെ ഹോണ്ട WRV ആയിട്ട്, ഫോർഡിൻ്റെ ഇക്കോ സ്പോർട്ടുമായിട്ടൊക്കെ ആയിരിക്കും. അവയുമായിട്ടെല്ലാം കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം സംശയമില്ല. വില കൂടി അവയുമായിട്ട് കോമ്പറ്റ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ എന്തായാലും ഈ വാഹനം ഒരു വലിയ സംഭവം തന്നെയായി മാറാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ നമ്മളൊരു ജസ്റ്റ് ഒരു പ്രിവ്യൂ പറഞ്ഞതേ ഉള്ളൂ. ഏഷ്യാനെറ്റ് ന്യൂസിലെ സ്മാർട്ട് ഡ്രൈവ് പ്രോഗ്രാമിൽ വിശദമായി XUV 300 ടെസ്റ്റ് ഡ്രൈവ് കാണുക.